നമ്മളുടെ MOA ദാറ്റ് ഈസ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഒരു കമ്പനി നിർമ്മിക്കുന്ന സമയത്ത് ഫോർമേഷന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരാളാണ് ആര് നമ്മുടെ MOA എന്ന് പറയുന്നത് അല്ലേ. സോ ഇതിന്റെ കണ്ടന്റ്സ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും നമ്മളുടെ എക്സാമിന്. അപ്പൊ നമുക്ക് ഒന്ന് നോക്കിയാലോടാ. യെസ്, ഏറ്റവും ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് നെയിം ക്ലോസിനെ പറ്റിയാണ്. അതായത് നമ്മുടെ കമ്പനിയുടെ പേരും മറ്റുമാണ് ഈ ഒരു ക്ലോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത വളരെ പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്ന് പറയുന്നത്. എന്താണ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്ന് പറയുന്നത്? നമ്മുടെ കമ്പനി ഇപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ അഡ്രസ് എന്താണ്, ആ കാര്യങ്ങൾ മറ്റും രജിസ്റ്റേർഡ് ഓഫീസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റ് ക്ലോസ് എന്താണ്? നമ്മുടെ കമ്പനിയുടെ ലക്ഷ്യം. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലക്ഷ്യത്തെ പറ്റിയാണ് പറയുന്നത് അല്ലേ. സോ കമ്പനി എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചത്, അത്തരം പർപ്പസ് ആണ് നമ്മൾ ഒബ്ജക്റ്റ് ക്ലോസിൽ പറയുന്നത്. അതിനുശേഷം നമ്മൾ പറയുന്നത് ലയബിലിറ്റി ക്ലോസിനെ പറ്റിയാണ്. ഒരു കമ്പനിയുടെ ബാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ലയബിലിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നു. എങ്കിൽ നമ്മളുടെ അടുത്ത ആളായിട്ടുള്ള ക്യാപിറ്റൽ ക്ലോസിൽ നമ്മൾ കമ്പനി എത്ര മൂലധനം കൊണ്ടുവന്നിട്ടാണ് പ്രവർത്തനം തുടങ്ങിയത് എന്നും മറ്റുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. അപ്പൊ കൃത്യമായിട്ട് ഈ പറഞ്ഞ എല്ലാ കണ്ടന്റ്സും എൻ്റെ മക്കൾ പഠിച്ചിരിക്കുക കേട്ടോ.